ഹായ്. അപ്പോൾ ഇന്ന് 10ാം ക്ലാസ്സിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം. ടെക്സ്റ്റുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെന്ന് കുറച്ച് പേരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരം നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യ സെക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വഴിയെ അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം നോക്കാം. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇഫ് ആൻ arithmetic progression, third term is 10 and 8th term is 25, find the 4th and 13th term. മൂന്നാമത്തെ ടേം 10ഉം എട്ടാമത്തെ ടേം അല്ലെങ്കിൽ പദം 25 ആയാൽ നാലാമത്തെയും 13ാമത്തെയും പദങ്ങളുടെ വില ടേംസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്, നോക്കാം. അപ്പോൾ നമുക്കറിയാം എന്ത് ടേമാണ് ഇവിടെ ചെയ്യേണ്ടത്. എന്ത് ടേമിന്റെ ഇക്വേഷൻ നമുക്കറിയാം. അത് വെച്ചുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് തന്നെ ഓരോ ടേമിനും സെപ്പറേറ്റ് ഇക്വേഷൻസ് നമുക്കറിയാം അല്ലേ. അതായത് ഇപ്പോൾ തേർഡ് ടേം x3 തേർഡ് ടേമിന് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞത് എങ്ങനെയാണ്? x1 + 2d എന്നാണ്. ഓക്കെ, അതുപോലെ അടുത്തത് 8th ടേമാണ്. അപ്പോൾ 8th ടേമിന് എയ്ത്ത് ടേമിനെ പറയുന്നത് x1 + 7d എന്നാണ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ചെയ്യേണ്ടത് നമ്മൾ ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്ത് x1ന്റെയും d-യുടെയും, x1 എന്താണെന്ന് അറിയാം അല്ലേ, ഫസ്റ്റ് ടൈം ആദ്യ ടൈം, d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, നമ്മൾ തെറ്റായിരിക്കുള്ള വഴി എന്ന് വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യം എഴുതാൻ ശ്രമിക്കുക സോൾവ് ചെയ്യാൻ നേരത്ത്. നോക്കി ഇതുപോലെ നോക്കാം. x8ന്റെ ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതുവാണ്. x1 + 7d, അതിന്റെ വാല്യൂ നമുക്ക് അറിയാമല്ലേ. 8th ടൈമിന്റെ വാല്യൂ 25 ആണ്. 25 ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക. അടുത്തത് മൂന്നാമത്തെ ടൈം x1 + 2d, ഇതിന്റെ വാല്യൂ എത്രയാണ്? 10. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച പോലെ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ മതി. നോക്കാം. നമുക്ക് ഫസ്റ്റ് x1 ക്യാൻസൽ ആയി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്താൽ മതി അല്ലേ. ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി. ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുക. അപ്പോൾ x1 - x1 ക്യാൻസൽ ആയി പോയി. അടുത്തത് 7d - 2d, 7dയിൽ നിന്ന് 2d കുറച്ച് കഴിഞ്ഞാൽ 5d ആണ്. ഈക്വൽ ടു 25 - 10 എന്ന് പറഞ്ഞാൽ 15. ഇതിന് d ഈക്വൽ ടു എന്ന് കിട്ടും നമുക്കറിയാം. 15/5 = 3. അപ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടി. ഇനി ഈ ഡിയുടെ വാല്യൂ ഈ ഏതെങ്കിലും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തായി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തെറ്റായിരിക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇങ്ങോട്ട് മാറ്റി ചെയ്യാം. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഡിയുടെ വാല്യൂ. അപ്പോൾ x1 + 2d, ഇപ്പോൾ 2 × d എന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയായിരുന്നു 3 = 10. അപ്പോൾ x1 + 6 = 10. ഇതിൽ x1 = 10 - 6 = 4 എന്ന് കിട്ടും. അപ്പോൾ x1ന്റെ വാല്യൂ ഫസ്റ്റ് ടൈമിന്റെ വാല്യൂയും കിട്ടി, കോമൺ ഡിഫറൻസ് നേരത്തെ അറിയായിരുന്നു, ഇവിടെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 4th ടൈമും 13th ടൈം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 4th ടൈം x4 ഇക്വേഷൻ നമുക്കറിയാം. x1 + 3d ആണ്. ഈക്വൽ ടു x1 എത്ര കിട്ടിയായിരുന്നു? 4 + 3 × d എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ ടു 4 + ഇത് ചെയ്യുമ്പോഴത്തേക്ക് 9 കിട്ടും, ഈക്വൽ ടു 13. അപ്പോൾ x4ന്റെ വാല്യൂ 13 കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 13th ടൈം ആണ്. അപ്പോൾ ഇതുപോലെ 13th ടൈം കണ്ടുപിടിക്കാം. സിമ്പിൾ ആണ്. x1 + 12d വരും അല്ലേ. അപ്പോൾ 4 + 12 × d എന്ന് വെച്ചാൽ 3 ഈക്വൽ ടു 4 + ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 36 കിട്ടും, ഈക്വൽ ടു 40 കിട്ടും. ഓക്കെ, അപ്പോൾ 13th ടൈം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഞാൻ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 5th ടൈം കൊടുത്തിട്ടുണ്ട് 9 ആണ്. അതുപോലെ 9th ടൈം കൊടുത്തിട്ടുണ്ട് 5 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസും 14ാമത്തെ ടൈം 14th ടൈം കണ്ടുപിടിക്കാനാണ് രണ്ടാമത്തെ ചോദ്യം. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് അതുപോലെ തന്നെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റായിരിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും രണ്ടാമത്തെ ടൈം ആദ്യം എഴുതി സോൾവ് ചെയ്യാൻ നോക്കണം. അപ്പോൾ നമുക്കിവിടെ 5ാമത്തെ ടൈമും ഉണ്ട്, 9ാമത്തെ ടൈമും ഉണ്ട്. അപ്പോൾ നമുക്ക് 9th ടൈം നമുക്ക് ആദ്യം എഴുതാം, രണ്ടാമത് 5th ടൈം എഴുതാം. ഫസ്റ്റ് നമുക്ക് 9th ടൈം എഴുതാം. x9ന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. x1 + 8d ആണ് 9th ടൈം. 9th ടൈമിന്റെ വാല്യൂ 5 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക. രണ്ടാമത്തത് 5th ടൈം. 5th ടൈമിന്റെ ഇക്വേഷൻ
x1 പ്ലസ് 4d ആണ് നമുക്കറിയാം, അതിൻ്റെ വാല്യൂ 9 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ സോൾവ് ചെയ്യുന്ന നേരത്ത് എന്ത് ചെയ്യും? x1 ക്യാൻസൽ ആയി പോകണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുവാണ്. അപ്പോൾ x1 മൈനസ് ചെയ്യുമ്പോൾ 0 ആയിപ്പോയി. 8d നിന്ന് 4d മൈനസ് ചെയ്താൽ 4d. 4d ഈക്വൽ ടു 5 മൈനസ് 9. മൈനസ് 9 ആണ്, 5 മൈനസ് 9 ആണ്. അപ്പോൾ മൈനസ് 4 ആണ് വരുന്നത്. ഇന്ന് d ഈക്വൽ ടു എന്ത് കിട്ടും? -4/4 ഈക്വൽ ടു -1. ഓക്കെ, ഡിയുടെ വാല്യൂ -1 കിട്ടി. അത് ഡി എന്ന വാല്യൂ ആണ് നമ്മുടെ ഒരു കാര്യം, അതായത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം അതായിരുന്നു. ഫൈൻഡ് കോമൺ ഡിഫറൻസ് ആൻഡ് 14th ടൈം ആണ്. അപ്പോൾ ആൾറെഡി നമുക്ക് കോമൺ ഡിഫറൻസ് ഡിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് 14th ടൈം കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ 14th ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, x1 പ്ലസ് 13d ആണ്. ഓക്കെ, അപ്പോൾ x1ന്റെ വാല്യൂ, ഇവിടെ നമുക്ക് x1ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ x1ന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് മാറ്റി കണ്ടുപിടിച്ച് നോക്കാം. ഈ ഡിയുടെ വാല്യൂ -1 എന്നുള്ള d ഈക്വൽ ടു -1 എന്നുള്ള വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏറ്റവും ചെറിയ ഇക്വേഷനിൽ ആദ്യം കൊടുക്കുക. ഇവിടെ കൊടുത്തു നോക്കാം. ഇത് കൊടുക്കുമ്പോൾ x1 പ്ലസ് 4 ഇൻറ്റു ഡി എന്ന് വെച്ചാൽ -1 ആണ്, ഈക്വൽ ടു 9. സോ 4x1 -4 ഈക്വൽ ടു 9 കിട്ടും. ഇത് നമുക്ക് x1 ഈക്വൽ ടു ഈ -4 അപ്പുറത്തുമ്പോഴത്തേക്ക് +4 ആവും. സോ 9 + 4 ഈക്വൽ ടു 13 എന്നാവും. അപ്പോൾ x1ന്റെ വാല്യൂ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കൊടുത്തു നോക്കാം. x1ന്റെ വാല്യൂ 13 + 13 ഉണ്ട്. ഈ 13 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള 13 ആണ്. x14ന്റെ വാല്യൂ ആണ് ഈ കണ്ടുപിടിക്കുന്നത്. ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ -1 ഈക്വൽ ടു -13 + 13 ഈക്വൽ ടു 0. സോ അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു. അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ x1 ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് x14ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചപ്പോൾ ആൻസർ 0 എന്ന് കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ആൻഡ് 14th ടൈം എന്നാണ് ചോദിച്ചത്. ആ രണ്ട് കാര്യങ്ങളും നമ്മളിവിടെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അവസാനത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് ഈസ് -1 ആൻഡ് 4th ടൈം ഈസ് 7, ദെൻ ഫൈൻഡ് 7th ആൻഡ് 11th ടൈം. അതായത് ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്, പൊതു വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. -1 എന്നും 4th ടൈം 7 എന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 7ാമത്തെയും 11ാമത്തെയും ടേംസിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് എന്ന സ്ഥിതിക്ക് നമുക്ക് കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ ടൈമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x1 ഫസ്റ്റ് ടൈമിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പോൾ 4th ടൈമിൻ്റെ വാല്യൂ ഉണ്ടല്ലേ, 4th ടൈമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. x1 + 3d ആണ് 4th ടൈമിൻ്റെ ഇക്വേഷൻ. അതിൻ്റെ വാല്യൂ 7 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് x1 കണ്ടുപിടിക്കാം. അതായത് x1 + 3 ഇൻറ്റു ഡി, കോമൺ ഡിഫറൻസ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് -1 എന്ന്. സോ -1 ഈക്വൽ ടു 7. ദെൻ x1 ഈക്വൽ ടു 3 ഇൻറ്റു -1 എന്ന് വെച്ചാൽ -3 ഈക്വൽ ടു 7. ദെൻ x1 ഈക്വൽ ടു ഈ -3 അപ്പുറത്തുമ്പോൾ +3 ആവും. 7 + 3 ഈക്വൽ ടു 10. സോ ഫസ്റ്റ് ടൈം നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി. ഇനി നമ്മൾ തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതുപോലെ തന്നെ 7ാമത്തെ ടൈമും 11ാമത്തെ ടൈമും കണ്ടുപിടിക്കാം അല്ലേ? ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള വേറൊരു കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ ക്വസ്റ്റ്യനിൽ. അതായത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനിലും ഈ ടൈമുകൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ട്രിക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യുക. ഈ ഒരു ട്രിക്ക് നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ്റെ മാർക്ക് അനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ ചെറിയ മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്യാം. വലിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര നേരം എങ്ങനെയാണോ ചെയ്ത് അതുപോലെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഞാൻ പുതിയ ആ ട്രിക്കിലൂടെ ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, വേറെ ഒന്നുമില്ല. എപ്പോഴും നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് സെക്കൻഡ് ടൈം കിട്ടുന്നത് അല്ലേ? അപ്പോൾ അതേ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 2 കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ ആരെ കിട്ടും? അടുത്ത ടൈം 3ാമത്തെ ടൈം കിട്ടും അല്ലേ? അപ്പോൾ അതുപോലെ 10ാമത്തെ ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ x1 നമുക്കറിയാം x1 + 9d ആണ് 10ാമത്തെ ടൈമിൻ്റെ ഇക്വേഷൻ. അതായത് ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 9d കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 10ാമത്തെ ടൈം കിട്ടുന്നത്. ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ളത് 7th ടൈമും 11th ടൈമും ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം 7th ടൈം x7. അപ്പോൾ x7ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? x1 + 6d ആണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 6d കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ x1 എത്രയാണ്? 10. ഇതാണ് ഇത്ര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലസ് 6d ആണല്ലേ? അപ്പോൾ 6 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ -1 ആണ്. ഡിയുടെ കൊടുത്തിട്ടുണ്ട് -1. d = -1.
സോ 10 മൈനസ് ഇത് കിട്ടുമ്പോൾ -6 കിട്ടും, ഈക്വൽ ടു 4 കിട്ടും. പിന്നെയാണ് ഞാൻ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത് നമ്മൾ 11th ടൈം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതുപോലെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുപോലെ ചെയ്യാതെ നിങ്ങൾ ഈ ട്രിക്ക് യൂസ് ചെയ്തത്. അതായത് 7ാമത്തെ ടൈമിൻ്റെ വാല്യൂ നമുക്കറിയാം. 7ാമത്തെ ടൈമിൻ്റെ കൂടെ 1 ഡി കൂട്ടുമ്പോൾ 8ാമത്തെ ടൈം കിട്ടും, 2 ഡി കൂട്ടുമ്പോൾ 9ാമത്തെ ടൈം കിട്ടും. അപ്പോൾ 11ാമത്തെ പദം കിട്ടണമെങ്കിൽ എത്ര കൂട്ടിയാൽ മതി? 7ാമത്തെ ടൈമിൻ്റെ കൂടെ 4 ഡി കൂട്ടിയാൽ പോലെ. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് 11th ടൈം കണ്ടുപിടിക്കാനായിട്ട് x11 കണ്ടുപിടിക്കാനായിട്ട് ഈ 7th ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടിയാൽ മതി? 4 ഡിയും കൂട്ടിയാൽ മതി. 7th ടൈം എത്രയാണ്? 4 പ്ലസ് 4 ഇൻറ്റു ഡി എത്ര? -1. അപ്പോൾ 4 ഇൻറ്റു -4, 4 ഇൻറ്റു -1. സോ 4 - 4 ഈക്വൽ ടു 0. വലിയ വലിയ പ്രോബ്ലംസിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇതാണ് ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ ട്രിക്ക്. സിമ്പിളാണിത്. അതായത് ഇപ്പോൾ ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10ാമത്തെ ടൈം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ 20ാമത്തെ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 10ാമത്തെ ടൈമിൻ്റെ കൂടെ 10 ഡി അങ്ങ് എടുത്താൽ മതി. ഓക്കെ. ഇപ്പോൾ 12ാമത്തെ ടൈം നമുക്ക് അറിയാം. 20ാമത്തെ ടൈം കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം? 12ാമത്തെ ടൈമിൻ്റെ കൂടെ 8 ഡി അങ്ങ് കൂട്ടിയാൽ മതി, 20ാമത്തെ ടൈം കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള നമ്മൾ ഫസ്റ്റ് സെക്ഷനിലെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടെ പാടുള്ള ടഫുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.